കാർത്തിക മാസ വ്രതത്തെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാം. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാനിങ്ങനെ പലതും പറയാറുണ്ട്. ഞാൻ മന്ത്രമോ തന്ത്രമോ പൂജയോ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാളാണ്. ആകപ്പാടെ എൻ്റെ മനസ്സിൽ ഭഗവാനെക്കുറിച്ചുള്ള പരമമായ പ്രേമമുണ്ട്, ഭക്തിയുണ്ട്. അതുപോലെ സ്ഥിരമായിട്ട് നാമം ജപിക്കാറുണ്ട്, കീർത്തനം ചൊല്ലും. അതേപോലെ തന്നെ നമ്മുടെ പുരാണങ്ങൾ, ഭാഗവതം, നാരായണീയം ഇങ്ങനെ എല്ലാം വായിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ അത് വായിച്ചു പഠിച്ചു എന്ന് പറയാനുള്ള അത്ര അഹങ്കാരമൊന്നും എനിക്കില്ല. ഇനി ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് രാവിലെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് ആദ്യം തന്നെ വിളക്ക് കൊളുത്തുക. പിന്നെ നമ്മൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ കുറച്ച് പൂ കൊണ്ടുവന്ന് നമ്മളവിടെ വയ്ക്കണം. അത് നമ്മുടെ നാട്ടിലുള്ള പൂ മതി. നമ്മൾ സാധാരണ വീട്ടിലൊക്കെയുള്ള പൂവ്, തുളസിപ്പൂവ്, മന്ദാരം, നന്ദിയാർവട്ടം ഇങ്ങനെയൊക്കെയുള്ള പൂക്കളൊക്കെ നമുക്കവിടെ ശേഖരിച്ച് വെക്കാം. പിന്നെ ഒരു നെയ്ദീപം കൊളുത്തുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭഗവാനും ഭഗവതിക്കും, അതായത് കൃഷ്ണനും രാധയ്ക്കും ഒരു നെയ്ദീപം കൊളുത്തുക. പിന്നെ നമുക്ക് കീർത്തനം അറിയാവുന്ന ചൊല്ലുക. എന്നിട്ട് ഈ പുഷ്പങ്ങളൊക്കെ അർച്ചിക്കുക. അതിനു മുമ്പേ പറയാൻ മറന്നു, എന്തെങ്കിലും ഒരു നിവേദ്യം നമുക്ക് സമർപ്പിക്കാം. സാധാരണ ഞാനൊക്കെ ചെയ്യുന്ന പഴങ്ങൾ എന്തെങ്കിലും വയ്ക്കുക എന്നുള്ളതാണ്. രാവിലെ ഇപ്പോൾ എഴുന്നേറ്റിട്ട് 4 മണിക്കോ 5 മണിക്കോ എണീറ്റ് നിവേദ്യം ഉണ്ടാക്കാറൊന്നുമില്ല. പഴം എന്തെങ്കിലും വയ്ക്കും. എപ്പോഴും നമ്മുടെ വാഴപ്പഴമൊക്കെ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ, അതൊക്കെ വയ്ക്കും. അതിനുശേഷം ആരതി ഒഴിയും. അത്രയൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ ശുദ്ധവും വൃത്തിയൊക്കെ നോക്കേണ്ടതൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ നല്ല സാത്വിക ഭക്ഷണം മാത്രം കഴിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായും ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ദാമോദരാഷ്ടം ഉണ്ടല്ലോ, അത് അറിയാവുന്നവരാണെങ്കിൽ അത് ചൊല്ലുക. എനിക്കൊന്നും അറിയാൻ പാടില്ല, അത് അറിയാം, പക്ഷെ കാണാതെ ചൊല്ലാനൊന്നും അറിയാൻ മേല. പിന്നെ മുക്കി മൊളിയൊന്നും ചൊല്ലേണ്ടാത്തത് കൊണ്ട് നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടംപോലെ അത് കാണുന്നുണ്ട്. അത് നമ്മൾ ആ യൂട്യൂബിൽ അങ്ങ് ഓൺ ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ അതങ്ങനെ മുഴങ്ങി കേൾക്കും, നമ്മുടെ ചെവിയിലും കൂടെ അത് കേൾക്കും. വൈകുന്നേരവും ഇത് തന്നെ നമുക്ക് തുടരാം. മേധുരമംബരം വനഭുവശ്യാമസ്തമാലദ്രുമൈർ നക്തം ഭീരുരയം ത്വമേവ തദിതം ജാതേ ഗൃഹം പ്രാവയ. അങ്ങനെയുള്ള നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഈ രാധാദേവിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഈ മാസം നമുക്ക് ആഘോഷിക്കാം.